ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നാം അല്പസമയം ചിന്തിക്കുകയുണ്ടായല്ലോ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇനിയും 2-ാം വാക്യത്തിലേക്ക് വന്നാട്ടെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. 1-ാമത്തെ വാക്യത്തിന്റെയും 2-ാമത്തെ വാക്യത്തിന്റെയും ഇടയിൽ ഒരു വലിയ മഹാവിപത്ത് സംഭവിച്ചു എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. ഒരു വലിയ വിപത്ത് സംഭവിക്കുകയുണ്ടായി. ഈ പറഞ്ഞ ചിന്താഗതി കഴിഞ്ഞ ചില വർഷങ്ങളിൽ അനേകർ തള്ളിക്കളഞ്ഞതാണ്. പക്ഷേ ഞാൻ നോക്കിയിട്ട് ഈ പറഞ്ഞത് സംഭവിക്കുവാൻ ആവശ്യം പോലെ തെളിവുകളുണ്ട്. ഈ വിശാലമായ സൃഷ്ടിയെ തന്നെ ഒന്ന് ശ്രദ്ധിക്കൂ. ഇതിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ചന്ദ്രനിലേക്ക് പോയ മനുഷ്യൻ വാസ്തവത്തിൽ എന്താണ് വെളിപ്പെടുത്തിയത്? മറ്റൊന്നുമല്ല, അവിടെ കുറെ തരിശു നിലമുണ്ടെന്ന് മാത്രം. അതെങ്ങനെയാണ് അങ്ങനെ ആയിത്തീർന്നത്? ഞാൻ പറയാം. ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചത്തിൽ ഒരു മഹാവിപത്ത് സംഭവിച്ചു. ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രത്യേകം പറഞ്ഞിരിക്കുന്നതിന് കാരണം ഇവിടെയാണല്ലോ മനുഷ്യൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു എന്ന് വിവരിച്ചിരിക്കുന്നു. ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ അസാന്നിധ്യം കാണിക്കുവാനാണ് എന്നത് വ്യക്തമാണ്. പാഴായും ശൂന്യമായും ഇരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ രസകരമായ ഒരു പ്രയോഗമാകുന്നു. ഈ 2 പദങ്ങൾ ഒന്നെടുത്ത് ചിന്തിച്ചേ. നമ്മുടെ ദൈനംദിന ഭാഷയിൽ നാം ഉപയോഗിക്കുമ്പോൾ ഈ വാക്കുകൾക്ക് എന്താണ് നാം അർത്ഥം കൊടുക്കാറുള്ളത് എന്നൊന്ന് നോക്കുക. യെശയ്യാ പ്രവചനത്തിൽ ഇതുപോലെ ഒരു പ്രസ്താവന ചെയ്തിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. 45-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. യെശയ്യാ പ്രവചനം 45:18. ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത്. ഞാൻ തന്നെ യഹോവ, വേറൊരുത്തനുമില്ല. ഇവിടെ ദൈവം അരുളി ചെയ്യുന്നത് താൻ ഭൂമിയെ സൃഷ്ടിച്ചത് വ്യർത്ഥമായിട്ടല്ല എന്നത്രേ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പാഴ് എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന അതേ എബ്രായ പദമാണ് ഇവിടെ വ്യർത്ഥമായിട്ടല്ല എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചത് പാഴും ശൂന്യവുമായിട്ടല്ല. ദൈവം ഈ പ്രപഞ്ചത്തെ അപസ്വരങ്ങളില്ലാത്തതായിട്ടാണ് സൃഷ്ടിച്ചത്, അല്ലാതെ ആകെ കുഴപ്പം പിടിച്ചതായിട്ടല്ലായിരുന്നു. ഇതത്രേ യെശയ്യാവ് വ്യക്തമാക്കുവാൻ ശ്രമിക്കുന്നത്. പാഴും ശൂന്യവുമായി ദൈവം ഭൂമിയെ സൃഷ്ടിച്ചതല്ല, ഭൂമി പാഴും ശൂന്യവുമായി തീർന്നതാണ്. ഭൂമി വസിക്കുവാൻ കൊള്ളാകുന്ന ഒരു സ്ഥലമാക്കി രൂപപ്പെടുത്തിയത് ദൈവമാണ്. അതെ, പാഴായിക്കിടന്നിരുന്ന, താറുമാറായി കിടന്നിരുന്ന ഈ ലോകത്തിലേക്ക് ദൈവം തന്നെ ഇറങ്ങിവന്ന് മനുഷ്യവർഗത്തിന് വസിക്കുവാൻ കൊള്ളാകുന്ന ഒരു സ്ഥലമായി ഇതിനെ തീർത്തു. ഇക്കാലത്തെ പഠനങ്ങളും ബാഹ്യാകാശത്തെ ഗവേഷണങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു വസ്തുത എന്തെന്നാൽ, ഞാനും താങ്കളും പാർക്കുന്ന ഈ പ്രപഞ്ചത്തിൽ മനുഷ്യവർഗത്തിന് ജീവിക്കുവാൻ കൊള്ളാകുന്ന ഒരേ ഒരു സ്ഥലം ഭൂമി മാത്രമാകുന്നു എന്നത്രേ. ഞാൻ വിശ്വസിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം പറയുന്നു, ഈ ഭൂമി പാഴും ശൂന്യവും ആയിത്തീർന്നതാണ്. ചന്ദ്രനെപ്പോലെ തന്നെ മനുഷ്യവാസയോഗ്യമല്ലാതിരുന്നപ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നതും ഇന്ന് നമുക്ക് പാർക്കുവാൻ യോഗ്യമായ മനോഹരമായ ഭൂമിയാക്കി ഇതിനെ തീർത്തതും. ഞാൻ വിശ്വസിക്കുന്നത് പ്രപഞ്ചം മുഴുവൻ ഈ മഹാവിപത്തിൽ അകപ്പെട്ടിരുന്നു എന്നത്രേ. എന്തായിരുന്നു ആ വിപത്ത്? അത് ഊഹിക്കുവാൻ മാത്രമേ എനിക്കും താങ്കൾക്കും കഴിയൂ. അത് ആദാമിനു മുൻപ് ഈ ഭൂമിയിൽ ജീവികൾ ഉണ്ടായിരുന്നിരിക്കണം. ഇതെല്ലാം ലൂസിഫറിന്റെ വീഴ്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാകുന്നു എന്ന ഒരു തോന്നലിലാകുന്നു
നമ്മെ കൊണ്ടെത്തിക്കുന്നത്. അരുണോദയപുത്ര എന്ന് സംബോധന ചെയ്തിരുന്ന അവനാകുന്നു സാത്താനായത്. അതെ, നാം ഇന്ന് പിശാച് എന്ന് ഓമനപ്പേരിനാൽ വിളിക്കുന്നവൻ. ഇതെല്ലാം ഇവിടെ ഉൾക്കൊള്ളുന്നുണ്ട് എന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ ദൈവം അതിന്റെ വിശദീകരണം ഒന്നും നമുക്കിവിടെ നൽകിയിട്ടില്ല. അതിന്റെ എല്ലാം വാസ്തവം പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ അവൻ നമുക്ക് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ നൽകിയിട്ടുള്ളൂ. എന്തുകൊണ്ട് കൂടുതൽ നൽകിയില്ല എന്നായിരിക്കും താങ്കളുടെ അടുത്ത സംശയം. ഉള്ളത് തന്നെ മനസ്സിലാക്കുവാൻ നാം പാടുപെടുകയാണല്ലോ. അതുകൊണ്ടായിരിക്കും. നമുക്ക് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നവ വിശ്വസിക്കാം, അംഗീകരിക്കാം. ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. പരിവർത്തിക്കുക എന്നുള്ളതിന് വാസ്തവത്തിൽ അർത്ഥമാക്കിയിരിക്കുന്നത് അടയിരിക്കുക എന്നത്രേ. അടയിരിക്കുക. ഒരു തള്ളക്കോഴി കുഞ്ഞുങ്ങളെ വിരിയിക്കുവാൻ അടയിരിക്കുന്നതുപോലെ, അതുപോലെ അവൻ വെള്ളത്തിന്മീതെ അടയിരുന്നു. മനസ്സിലാകുവാനാണ് ലളിത ഭാഷ ഞാൻ ഉപയോഗിച്ചത്, തെറ്റിദ്ധരിക്കരുത്. ഇവിടെ പരിശുദ്ധാത്മാവ് ആരംഭിച്ച ഒരു ശുശ്രൂഷ അവൻ വീണ്ടും വീണ്ടും തുടരുന്നത് നാം കാണും. ഇത് വീണ്ടും സൃഷ്ടിക്കുന്നതാണ്. അവൻ ഈ സാഹചര്യത്തിലേക്ക് വന്ന് വീണ്ടും സൃഷ്ടിക്കുന്നു. ഇതത്രേ ഒരു വിധത്തിൽ അവൻ നമുക്കും ചെയ്യുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതോർക്കുമല്ലോ. ഇവിടെ വെള്ളം എന്നത് ദൈവവചനത്തെ കാണിക്കുന്നതാണ്. അല്ല, വെള്ളം ദൈവവചനത്തെ കാണിക്കുന്നതല്ല എന്ന് താങ്കൾക്ക് സംശയമുണ്ട് എങ്കിൽ അത് തെറ്റാണ്. പക്ഷേ വെള്ളം ദൈവവചനത്തിന്റെ പ്രതീകമാണ്. അതിന്റെ കാരണക്കാരൻ പരിശുദ്ധാത്മാവും. ഇത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എത്ര അനുഗ്രഹീതമായ സത്യങ്ങളാണല്ലേ. പ്രപഞ്ചത്തിന്റെ നിർമ്മാണം നാം 1-ാം വാക്യത്തിൽ കണ്ടു. ഭൂമിയാകെ വികൃതമായി എന്ന് 2-ാം വാക്യത്തിൽ നാം കണ്ടു. ഇനിയും 3 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ 6 ദിവസം കൊണ്ടുള്ള ഭൂമിയുടെ നിർമ്മാണമാകുന്നു ചിന്തിക്കുവാൻ പോകുന്നത്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇങ്ങനെ ഒരു പുരോഗതിയാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ അനേകം കാര്യങ്ങളിലേക്ക് താങ്കളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കട്ടെ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി. ഇനിയും ശ്രദ്ധിച്ചാട്ടെ, സൃഷ്ടിപ്പിനെക്കുറിച്ച് ആ വാക്യത്തിൽ ഒന്നും തന്നെ പറയുന്നില്ല. അവിടെ പറയുന്നത് ഉണ്ടാക്കി എന്നത്രേ. ഈ 6 ദിവസം ദൈവം സൃഷ്ടിക്കുകയല്ല, പിന്നെയോ പുനർനിർമ്മാണം ചെയ്യുകയാണ് ചെയ്തത്. ഇല്ലാഞ്ഞതിനെ ഉണ്ടാക്കുകയല്ല, ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്നും ഉണ്ടാക്കുകയാണ് അവൻ ചെയ്തത്. അവൻ മുൻപേ ഉണ്ടായിരുന്ന പദാർത്ഥം കൊണ്ട് വേല ചെയ്യുന്നു. അതായത് ഒരുപക്ഷെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അവൻ തന്നെ സൃഷ്ടിച്ച പദാർത്ഥത്തിൽ നിന്നും ഇപ്പോൾ അവൻ പുനർനിർമ്മാണം ചെയ്യുന്നു. ദൈവം ജീവൻ സൃഷ്ടിച്ച് അത് ഭൂമിയിലാക്കി. ഭൂമിക്കു വേണ്ടി അവൻ മനുഷ്യനെ ഉണ്ടാക്കി. താങ്കൾക്കും എനിക്കും താൽപര്യമുള്ള ജീവി അതുമാത്രമാണ്. നാം അതിൽ ഉൾപ്പെടുന്നു എന്നതായിരിക്കും അങ്ങനെ ഇഷ്ടപ്പെടുവാൻ കാരണം. ഇത് ഉൽപ്പത്തി പുസ്തകത്തിലെ രേഖ നമുക്കിന്ന് അതിപ്രധാനമായതാക്കി തീർക്കുന്നു. ഇനി നമുക്ക് താഴോട്ടുള്ള വാക്യങ്ങൾ തന്നെ നോക്കാം. 1-ാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ട്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. അത് തീർച്ചയായും 24 മണിക്കൂറുകൾ ഉൾപ്പെട്ട ഒരു ദിവസത്തിന്റെ കാര്യം തന്നെയായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ വേറെ ഏതെങ്കിലും ആ വാക്യത്തിൽ നിന്നും വ്യാഖ്യാനിക്കുവാൻ കഴിയുന്നതെങ്ങനെ എന്നെനിക്കറിയില്ല. ദൈവം പറഞ്ഞത് ശ്രദ്ധിച്ചേ, വെളിച്ചമുണ്ടാകട്ടെ, ഉണ്ടാകട്ടെ, ഉളവാകട്ടെ. ഇങ്ങനെയുള്ള ആജ്ഞകൾ 10 പ്രാവശ്യം ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു വിധാനമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടാകട്ടെ, പറക്കട്ടെ, മുളച്ചു വരട്ടെ എന്നിത്യാദി കൽപ്പനകൾ. സൃഷ്ടിപ്പിന്റെ 10 കൽപ്പനകൾ എന്നാരോ ഇതിനെ വിളിച്ചത് രസകരമായിരിക്കുന്നില്ലേ? ഇവിടെ നാം കാണുന്നത് ദൈവീക 10 കൽപ്പനകളാണ്. ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടാകട്ടെ. ദൈവം എന്തെങ്കിലും പറഞ്ഞതായി ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണില്ലേ? 6-ാം വാക്യം നോക്കിക്കാട്ടെ. ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനമുണ്ടാകട്ടെ,
അത് വെള്ളത്തിനും വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. ഒരു വിധാനമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വിധാനം എന്നുള്ള പദത്തിന് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം വായുമണ്ഡലം എന്നത്രേ. വായു തിങ്ങിയ ഒരു ഇട. അത് വെള്ളത്തിനും വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം ആദ്യം വെള്ളങ്ങളെ വേർപിരിച്ചത് കീഴ്മേലായിട്ടത്രേ. നമുക്ക് മുകളിലും നമുക്ക് താഴെയും വെള്ളമുണ്ട്. സംശയമാകുന്നുവെങ്കിൽ ഇനിയും ശ്രദ്ധിക്കൂ. 7-ാം വാക്യം. വിധാനമുണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ സംഭവിച്ചു. നമ്മുടെ നാട്ടിൽ മഴക്കാലമായാലത്തെ സ്ഥിതി ഒന്ന് ഓർത്തു നോക്കൂ. എത്ര ഇഞ്ച് മഴയാണ് നമുക്കൊരു സീസണിൽ ലഭിക്കുന്നത്? ഇപ്പോൾ വെള്ളം കുറവാണെന്ന് പറഞ്ഞാൽ തന്നെ മഴക്കാലത്ത് എന്തുമാത്രം വെള്ളമാണ് താഴേക്ക് വീഴുന്നത്. ഈ വെള്ളം മുഴുവൻ മുകളിൽ നിന്നല്ലേ വീഴുന്നത്? 200 ഇഞ്ചിലധികം മഴ പെയ്യണമെങ്കിൽ എത്രമാത്രം വെള്ളം മുകളിലുണ്ടായിരിക്കണം? അതത്രേ സുഹൃത്തെ ദൈവം ചെയ്തത്. ദൈവം കീഴുള്ള വെള്ളവും മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. മനസ്സിലായല്ലോ? ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി 2-ാം ദിവസമെന്ന് 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. 9ഉം 10ഉം വാക്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാട്ടെ. ദൈവം ആകാശത്തിന് കീഴുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്നും വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രമെന്നും പേരിട്ടു. നല്ലത് എന്ന് ദൈവം കണ്ടു. ഇപ്പോൾ ഇവിടെ ഇതാ വെള്ളങ്ങളിൽ ഒരു സമാന്തര വിഭജനം നടക്കുന്നു. ആദ്യം മുകളിലുള്ള വെള്ളവും താഴെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചതായിരുന്നു. ഇപ്പോൾ ഇതാ കരയും വെള്ളവും തമ്മിൽ വേർപിരിക്കുന്നു. ഈ പറഞ്ഞിരിക്കുന്നതിൽ അശാസ്ത്രീയമായി ഒന്നുമില്ല. ശാസ്ത്രം പറയുന്നത് ഭൂമിയുടെ സകല ഭാഗങ്ങളും ഒരു സമയത്ത് വെള്ളത്താൽ മൂടപ്പെട്ടിരുന്നു എന്നത്രേ. അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നത് എന്തെന്നാൽ, പണ്ടെങ്ങോ കഴിഞ്ഞകാല നിത്യതയിൽ അത് അങ്ങനെ എനിക്ക് ഉപയോഗിക്കാമെങ്കിൽ ഭൂമിയിലാകെ ഒരു വലിയ ന്യായവിധിയുണ്ടായി എന്ന് വന്നേക്കാം. അല്ലെങ്കിൽ പിന്നെ ഭൂമി മുഴുവൻ വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുകയില്ലല്ലോ. പക്ഷേ അങ്ങനൊരു ന്യായവിധിയെക്കുറിച്ച് പ്രായോഗികമായി നമുക്കൊന്നും തന്നെ അറിയില്ല. നാം അതേക്കുറിച്ച് പറയുന്നതൊക്കെ അനുമാനം മാത്രമായിരിക്കും, ഊഹാപോഹം. അതേക്കുറിച്ച് വാസ്തവത്തിൽ വളരെ കുറച്ച് മാത്രമേ ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ അവനെ വിശ്വസിക്കുവാൻ നമ്മെ സഹായിക്കും വിധം ആവശ്യത്തിനുള്ളതെല്ലാം അവൻ പറഞ്ഞിട്ടുണ്ട്. അത് മതിയല്ലോ അല്ലേ? ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്ന് പേരിട്ടു എന്ന് വായിക്കുന്നു. അവൻ എന്ത് ചെയ്യുവാൻ പോവുകയാണ്? മനുഷ്യനെ ആക്കുവാൻ തക്കതായ ഒരു സ്ഥലം, അതായത് നിവാസയോഗ്യമായ ഒരു സ്ഥലം അത്രേ ദൈവം ഒരുക്കുന്നത്. മനുഷ്യനൊരു ജലജീവിയല്ല. പരിണാമ സിദ്ധാന്തക്കാർ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. മനുഷ്യൻ കടലിൽ നിന്ന് വന്നെന്നോ മരത്തിൽ ചാടിക്കളിച്ചിരുന്നതാണെന്നോ ഒക്കെ. പക്ഷേ ഇവിടെ ദൈവം ചെയ്യുന്ന ക്രമീകരണം ശ്രദ്ധിക്കൂ. 11-ാം വാക്യം. ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതതു തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഇപ്പോൾ ഇവിടെ ഇതാ ദൈവം സസ്യാദികൾ ഉണ്ടാക്കുന്നു. കാരണം അതായിരുന്നല്ലോ മനുഷ്യന്റെ ആഹാരം. ജലപ്രളയം വരെ മനുഷ്യൻ സസ്യഭുക്കായിരുന്നു. പഴങ്ങളും വിത്തുകളും മാത്രമായിരുന്നു അവന്റെ ആഹാരം. സസ്യങ്ങളെ ഉണ്ടാക്കി ആക്കുന്ന ജോലി 3-ാം ദിവസം പൂർത്തിയാക്കി. 12ഉം 13ഉം വാക്യങ്ങൾ നോക്കിക്കാട്ടെ. ഭൂമിയിൽ നിന്നും പുല്ലും അതതു തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി 3-ാം ദിവസം. ഇനി 4-ാം ദിവസം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പ്രത്യക്ഷപ്പെടുന്നു. 14-ാം വാക്യത്തിൽ, പകലും രാവും തമ്മിൽ വേർപിരിവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ. അവ അടയാളങ്ങളായും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയുവാനായും ഉതകട്ടെ. സൂര്യനെയും ചന്ദ്രനെയും ഈ സമയത്ത് ദൈവം സൃഷ്ടിച്ചില്ല. അവ മുൻപേ അവിടെ ഉണ്ടായിരുന്നു. വിചിത്രമായി തോന്നുന്നുവോ? ദൈവം അവയെ അവയുടെ സ്ഥാനത്താക്കുക മാത്രമാണ് ഇവിടെ ചെയ്തത്. 15ഉം 16ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, ഭൂമിയെ പ്രകാശിപ്പിപ്പാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവും ആയി 2 വലിയ വെളിച്ചങ്ങളെ ദൈവമുണ്ടാക്കി.
നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. അവയിലൊന്ന് പകലിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. സൂര്യൻ അത് ഭംഗിയായി നിർവഹിക്കുന്നു. മാത്രമല്ല, ചന്ദ്രൻ രാത്രിയിൽ അതിന്റേതായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു. ഇത്രയും പറഞ്ഞതിന് ശേഷം ഒരു ചെറിയ വാചകം കൂടി ചേർത്തിരിക്കുന്നു: നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയെന്ന്. അത് ഒരു വലിയ ജോലി തന്നെയായിരുന്നു, ഇല്ലേ? എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പണിയൊന്നും അല്ലായിരുന്നു. എല്ലാം അതതിന്റെ സ്ഥാനങ്ങളിലാക്കപ്പെട്ടു. 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ: ഭൂമിയെ പ്രകാശിപ്പിപ്പാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർപിരിപ്പാനുമായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി. നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി 4-ാം ദിവസം. ഇവിടെ വിഭജനം നടത്തിയത് ദൈവമാകുന്നു എന്ന കാര്യം താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർവിരിപ്പാനുമായി എന്ന് നാം വായിക്കുന്നു. അവൻ ഇന്നും അത് ചെയ്യുന്നുണ്ടെന്ന് താങ്കൾക്കറിയാമോ? എന്താണ് ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പലരും ഇന്ന് ചോദിക്കാറുണ്ട്. ഈ വേർപെടുത്തുന്ന രേഖകളെല്ലാം ദൈവം വരച്ചിട്ടുണ്ട്. എന്താണ് ശരി എന്ന് നമുക്ക് എങ്ങനെ അറിയാം? ശരി എന്താകുന്നു എന്ന് ദൈവം പറയുന്നു. ദൈവം ഏതാനും പ്രമാണങ്ങൾ നൽകിയിരിക്കുന്നു. ദൈവം ഇരുളിൽ നിന്നും വെളിച്ചം വേർതിരിക്കുന്നു. ശരിയും തെറ്റും തമ്മിലും അത്രയും വ്യത്യാസമുണ്ട്. ഇരുളും വെളിച്ചവും പോലുള്ള വ്യത്യാസം. അവരാണ് ഈ വ്യത്യാസം വരുത്തുന്നത്. അവൻ ഇന്നും അത് ചെയ്യുന്നു. 5-ാമത്തെ ദിവസം ജന്തുക്കളുടെ ജീവൻ. 20-ാം വാക്യം നോക്കിക്കാട്ടെ. വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ, ഭൂമിയുടെ മീതെ ആകാശവിധാനത്തിൽ പറവജാതി പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഇവിടെ ഒരു പുരോഗതി കാണുവാൻ സാധിക്കുന്നു. ഒരു ചെറിയ കോശത്തിൽ നിന്നും സകലവും ഉണ്ടായി എന്ന അർത്ഥമല്ല ഇവിടെ. പിന്നെയോ ഓരോ ജീവിയുടെയും ഓരോന്നിനെ ഉണ്ടാക്കി. ആ ഒരെണ്ണത്തിൽ നിന്നും വികസനം ഉണ്ടായതായി നാം കാണുന്നു. 21-ാം വാക്യത്തിൽ അതത് തരം എന്നുപയോഗിച്ചിരിക്കുന്നത് കണ്ടോ? ഇതിന്റെ അർത്ഥം ഓരോന്നിൽ നിന്നും വലിയ വികസനം ഉണ്ടായിട്ട് ആ വർഗത്തിൽപ്പെട്ടത് സകലതും അതിൽ നിന്നും ഉത്ഭവിച്ചിരിക്കും എന്നാണ് ഇവിടുത്തെ ചിന്ത. 21-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ദൈവം വലിയ തിമിംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ച് ചരിക്കുന്ന അതത് തരം ജീവജന്തുക്കളെയും അതത് തരം പറവജാതിയെയും സൃഷ്ടിച്ചു. നല്ലത് എന്ന് ദൈവം കണ്ടു. നല്ലത് എന്ന് ദൈവം കണ്ടു. ശ്രദ്ധിക്കുക, ദൈവം ചെയ്യുന്നതെല്ലാം നല്ലതാണ്. ഇത് നാം എല്ലാ രംഗങ്ങളിലും വിശ്വസിച്ചിരിക്കണം. 22-ാം വാക്യത്തിൽ, നിങ്ങൾ വർദ്ധിച്ച് പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവീൻ, പറവജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം അവയെ അനുഗ്രഹിച്ചു. നിങ്ങൾ വർദ്ധിച്ചു പെരുകുവീൻ എന്നത്രേ ഈ ജന്തുക്കളോട് പറയുന്നത്. ഇത് മനുഷ്യവർഗത്തിന്റെ കാര്യത്തിലും ശരിയാണ്. മനുഷ്യൻ ഭൂമിയിൽ പെരുകിയത് പ്രത്യുൽപാദനത്താൽ വർദ്ധിച്ചു പെരുകുകയാണ്, അല്ലാതെ ഏതെങ്കിലുമൊക്കെ ജീവികളിലെ പരിണാമം കൊണ്ടല്ല. ഇനിയും 6-ാം ദിവസത്തെ കാര്യങ്ങളാണ് നാം കാണുവാൻ പോകുന്നത്. ജന്തുക്കളുടെ വളർച്ച. 24-ഉം 25-ഉം വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കട്ടെ. അതത് തരം കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം, ഇങ്ങനെ അതത് തരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്നുളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഇങ്ങനെ ദൈവം അതത് തരം കാട്ടുമൃഗങ്ങളെയും അതത് തരം കന്നുകാലികളെയും അതത് തരം ഭൂചര ജന്തുക്കളെയും ഉണ്ടാക്കി. നല്ലത് എന്ന് ദൈവം കണ്ടു. അതത് തരം എന്ന പ്രയോഗം ഇവിടെയും ശ്രദ്ധിച്ചാട്ടെ. അതിന്റെ തന്നെ ഇനത്തിൽപ്പെട്ടത് എന്ന അർത്ഥം ഇവിടെ വരുന്നു. ഇനിയും സസ്യങ്ങളെയും മൃഗങ്ങളെയും മനുഷ്യവർഗത്തിൽ നിന്നും വ്യത്യാസപ്പെടുത്തുന്നതായി നാം കാണുന്നു. ആ ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാവുന്നതാണ്. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു വലിയ സത്യം എന്തെന്നാൽ, ദൈവം തന്റെ മഹാശക്തിയാൽ, അതോട് ചേർന്ന് തന്റെ വലിയ സ്നേഹത്താൽ മനുഷ്യനു വേണ്ടി സകലവും ചെയ്തു. സൃഷ്ടിയുടെ മകുടമായി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. ഇത്രയും നേരം പറഞ്ഞതൊക്കെ ഓരോ വാചകങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ഇനിയും പറയുവാൻ പോകുന്ന മനുഷ്യനെക്കുറിച്ചുള്ള സൃഷ്ടിപ്പിന്റെ കാര്യം എത്രമാത്രം ഗൌരവമായിട്ടാണ് ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പലപ്പോഴും ദൈവത്തിന്റെ ആ ആഗ്രഹം, ആ ഗൌരവം നമ്മിൽ കാണാത്തതാണ് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പരാജയം. നമുക്ക് ഈ സൃഷ്ടിപ്പിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം.
ദൈവം നമ്മെ സൃഷ്ടിച്ചത്, ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് പ്രത്യേക ഉദ്ദേശത്തോടുകൂടിയാണ്. അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്.